ഹലോ ഗൈസ്, ഇത് നമ്മളൊന്ന് കൊടുങ്ങല്ലൂർ വരെ പോകാൻ പോവാണ് കേട്ടോ. അപ്പോൾ റെഡി ആവലും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അല്ലൂസിൻ്റെ ഇത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യത്തിനാണ് നമ്മൾ ഇറങ്ങാൻ പോണത്. നമ്മളൊരാൾക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോവാണ്. ഇപ്പോഴേ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് മനസ്സിലായി. അപ്പോൾ ഇതേ പോണ വഴിക്കാണ് നമ്മുടെ കുഞ്ഞോളെ കണ്ടത്. കുഞ്ഞോള് ട്യൂഷന് പോകാൻ നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നേരെ നമ്മുടെ കുഞ്ഞോളെയും കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുഞ്ഞോളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വലിയേട്ടൻ്റെയും ചേച്ചിയുടെയും മോളാണ്. നമ്മുടെ കുറേ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ അതിനെക്കുട്ടിനാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ കുഞ്ഞോളത്തെ ഇവിടെ ട്യൂഷൻ ക്ലാസ്സിൽ തട്ടിയിട്ട് നമ്മൾ നേരെ ഇനി കൊടുങ്ങല്ലൂർക്ക് പോകും. ഇപ്പൊ സമയം 3 മണി ആയിട്ടുണ്ട്. നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങണത്. അല്ലു ടാറ്റ കൊടുത്ത് ചേച്ചി ബൈ പറയേ. ശരിട്ടാ. അല്ലൂസിൻ്റെ കയ്യിലാണെങ്കിൽ അമ്മേരെ ഫോൺ കേട്ടോ. അമ്മേരെ ഫോണ് കുറച്ച് ദിവസമായി ഡിസ്പ്ലേ പോയിട്ട്. അപ്പോൾ അതൊന്ന് മാറാൻ കൊടുക്കണം. ഡിസ്പ്ലേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ നിഖിൽ ചേട്ടൻ്റെ ഫ്രണ്ടായിട്ടുള്ള സതീഷ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പോണത്. അപ്പോൾ ഈ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകുന്നതിൻ്റെ ഇടയിൽ നമുക്ക് അമ്മേരെ ഫോണും കൂടി ശരിയാക്കാനുണ്ട്. പിന്നെ നമ്മുടെ വീട് എവിടേക്കാന്ന് കുറേ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ട്. പുതിയ വന്ന സബ്സ്ക്രൈബേഴ്സ്. നമ്മുടെ വീട് SM പടിഞ്ഞാറേ ഭാഗം അമ്പലനട അല്ലെങ്കിൽ അസ്മാബി കോളേജിന്റെ അടുത്താണ്. വെൽക്കം ബാക്ക് ടു PK കപ്പിൾസ്. നമ്മളുടെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊടുങ്ങല്ലൂർക്കാണ്. എന്തിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പാറുമോള് ബർത്ത്ഡേ വരാണ്. 5ാമത്തെ ബർത്ത്ഡേ വരാണ്. അത് നല്ല രീതിയിൽ ആഘോഷിക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ കൂട്ടുകുടുംബം പിന്നെ 5 ചേച്ചിയുടെ റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് കുറച്ച് പേരുണ്ടാവും. എന്തായാലും ഒരു 100-150ഓളം പേര് ഉണ്ടാകും. അപ്പോൾ പന്തലൊക്കെ ഇട്ട് 5ാമത്തെ ഞങ്ങൾക്ക് ആദ്യം ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ആഘോഷിക്കണം എന്നൊക്കെ. പിന്നെ ഞങ്ങള് ശരി 5ാമത്തെ പിറന്നാളല്ലേ അല്ലേ എന്താ പറയുള്ളത്, ആഘോഷിക്കണം വിചാരിച്ചു. ഉണ്ടാവില്ല. പിന്നെ അവളെ പിറന്നാള് ആഘോഷിച്ചത് 1ാം പിറന്നാൾ ആഘോഷിച്ചിട്ടുണ്ട്, 2ാം പിറന്നാൾ ആഘോഷിച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങള് വീടിന്റെ ഉള്ളിൽ തന്നെ കൂട്ടുകുടുംബൊക്കെ വിളിച്ചു വരുത്തി കേക്കൊക്കെ കട്ട് ചെയ്തിട്ടാണ് ആഘോഷിച്ചത്. അതല്ലാതെ അല്ലുവിന്റെ അയിനുവിന്റെ ആയാലും അല്ലെങ്കിൽ കാശിയുടെ ആയാലും ആഘോഷിച്ച പോലെ ഞങ്ങള് ഒരു പന്തലൊന്നും ഇട്ടിട്ട് ആഘോഷിച്ചില്ല. വീടിന്റെ ഉള്ളില് തന്നെ ആയിരുന്നു കേക്ക് കട്ടിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും. അപ്പൊ പാറുമോളുടെ ഞങ്ങളിപ്പോ എല്ലാരും എന്താ പറയാ, അവളുടെ അച്ചാച്ചനും അമ്മാമ്മയും അച്ഛമ്മയും ഒക്കെ നല്ല എന്താ പറയാ ഹെൽത്ത് ആയിട്ടിരിക്കുന്ന സമയമാണ് അല്ലെ. അപ്പൊ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മള് അങ്ങനെ ആഘോഷിക്കാൻ വെച്ചാൽ നമുക്ക് ഇവർക്ക് പ്രായമായിട്ട് വരാണ്. അവരുടെ കാര്യമല്ല, നമുക്ക് ചിലപ്പോ പ്രായമായിട്ട് വരാണ്. അപ്പൊ ഞങ്ങൾ ആഘോഷിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അവൾക്ക് വേണ്ടിയിട്ട് ഒരു പിറന്നാൾ സമ്മാനം വാങ്ങാനാണ് പോണത്. അപ്പൊ പിറന്നാൾ സമ്മാനം എന്താണെന്ന് ആദ്യമേ എന്റെ മനസ്സില് ഇതുണ്ടായിരുന്നു. എന്റെ മനസ്സിൽ 2 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യം അത് നോക്കിയിട്ടാണ് ഇപ്പൊ പോണത്. അത് കിട്ടുമെന്ന് അറിയില്ല. പിന്നെ ചെയ്യിപ്പിക്കാനാണെങ്കിൽ 2-3 ദിവസത്തിനുള്ളില് ചെയ്യിപ്പിച്ച് കിട്ടുമെന്ന് അറിയില്ല. അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് അല്ലുകുട്ടനാട്ടാ. കാലത്ത് ഞങ്ങളുടെ അവിടെ അടുത്ത് തന്നെ അസ്ഥി സഞ്ചനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അയിനുസിനൊക്കെ ആയിട്ട് പോയിട്ട് അയിനുസ് ക്ഷീണമായിട്ട് ഉറക്കാണ്. അപ്പൊ ഇത് കൊടുങ്ങല്ലൂർ പോകുമ്പോ അല്ലുകുട്ടനെ എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രല്ല, വീട്ടില് അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് അയിനും അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഇവന് നടത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും ശരിയാവില്ല. ഇവൻ ആകെ അമ്മനിട്ട് വലയ്ക്കും അല്ലേ. ഭയങ്കര കുറുമ്പ് അടിയിടൊക്കെ ആയിട്ട് വരാണ് ഗൈസ്. ഒരു രക്ഷയില്ല. എന്ത് ചെയ്യാ, അച്ഛന്റെ അച്ഛന്റെ സ്വഭാവം 2 പേർക്കും. അതുകൊണ്ട് മതി പറഞ്ഞു. അച്ഛന് ഭയങ്കര കുറുമ്പായിരുന്നു ചെറുപ്പത്തില്. കുറുമ്പല്ല അച്ഛന്റെ ഭയങ്കര വാശിയും അതേപോലെ തന്നെ ഭയങ്കര റിവെഞ്ച് സംഭവങ്ങളൊക്കെ ആയിരുന്നു. അതേ സെയിം പകർപ്പ് തന്നെയാണ് ഈ ഒരു ചെറുതിനും മറ്റേ ചെറുത് അങ്ങനെ ചാടിച്ചു പൊട്ടിച്ചൂടാ നീ പറ ദൈവല്ലടാ. അച്ഛാ എന്നോടല്ല ഇഷ്ടം ഇവർക്ക് ഒരു അച്ഛനോട് ഇഷ്ടം. ഞാനൊരു ചീത്ത പറയാതെ തല്ലൊക്കെ വെച്ചു. അതെന്തിനാ, നല്ലതിന് വേണ്ടിട്ടല്ലേ ലൂട്ടാ. ഞാനല്ലേ നിനക്ക് 4 നേരം ഫുഡ് തരുന്നത് അല്ലേ. അപ്പൊ എന്നോട് ഇട്ടല്ല എല്ലാന്നും. അല്ലൂസ് ഇപ്പൊ കൊറേ പേര് പറയണ്ട അല്ലൂസ് ഇപ്പൊ കറക്റ്റ് നിഖിൽ ചേട്ടനായിട്ട് വരുന്നുണ്ടെന്ന് പറയണ്ട. അല്ലൂസിന്റെ മുഖച്ചായ 2 പേരും എന്റെ പെട്ടെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ പോലെയാണ് കാണാനായിട്ട്. കാരണം എന്റെ കണ്ണ് എടുത്തു വെച്ചിട്ടുണ്ട് അല്ലൂട്ടനും. പിന്നെ മൂക്കുണ്ട് അയിനൂസിനും തന്നെ. അയിനൂസിനും പക്ഷെ കണ്ണും ഇത്രയ്ക്കും നീട്ടല്ല, റൗണ്ട് കുറച്ചൊരു ഉണ്ടയാണ് എന്റെ കണ്ണ്. പിന്നെ ചുണ്ടും ആ ഭാഗമൊക്കെ ഏകദേശം എന്റെയാണ്. പക്ഷെ ഇവന്റെ ചുണ്ടൊക്കെ കുറച്ചുകൂടി എന്നെക്കാളും വലുതാണ്. അയിനൂസിന്റെ പക്ക നമ്മുടെ ശ്രീമോന്റെ ഒക്കെ ചുണ്ട് പോലത്തെ ഒരു ഇറുക്കിലെ ചുണ്ടാണ് കേട്ടോ. അച്ഛന്മാർക്കൊക്കെ അച്ഛന്റെ മുഖച്ചായാണ് മക്കളിന് കേൾക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമല്ലടാ. സ്വാഭാവികമായിട്ട് അങ്ങനെ ഇരിക്കുമല്ലോ. അപ്പൊ അമ്മയുടെ മുഖച്ചായ ഉണ്ടെന്ന് പറഞ്ഞ കേൾക്കണം അമ്മമാർക്ക്
എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവര് പ്രസവിച്ച സമയത്ത് മീൻസ് കുറച്ചായ സമയത്ത് പക്ക എന്റെ പോലെ തന്നെയായിരുന്നു. എല്ലാവരും കമന്റ്സ് ഉണ്ടായിരുന്നു ശരിക്കും ഇത്ത ചേച്ചിയുടെ പോലെ തന്നെയാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവൻ വളർന്നോറും ഈ സൈഡൊക്കെ ശരിക്കും നീളിച്ചാണ്ടായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഓരോരുത്തർക്കും ഓരോ എന്താ പറയാ കാണുമ്പോ ഓരോന്ന് തോന്നുന്നതാണ്. നമ്മൾ വർത്താനം പറഞ്ഞ് കുറെ നേരം ആയിട്ടുണ്ട്. നമ്മൾ പോയി അന്വേഷിക്കുന്ന സാധനം ആദ്യം കിട്ടുമോ നോക്കാം. നമ്മൾ പാറുട്ടിന് ബർത്ത്ഡേക്ക് എന്ത് വാങ്ങിച്ചു കൊടുക്കുന്ന ആലോചിച്ചപ്പോഴാണ് നമ്മൾ അവൾക്ക് ഇപ്പോൾ അവൾക്ക് ഏറ്റവും ഉപകാരമായിട്ടുള്ളത് സ്റ്റഡി ടേബിൾ വാങ്ങിക്കാൻ വിചാരിച്ചത്. ഓൺലൈനിൽ വാങ്ങിക്കേണ്ട, ഡയറക്റ്റ് പോയിട്ട് നല്ലൊരു ടേബിൾ അവൾക്ക് കുറേ നാൾ ഇനിയും പഠിക്കാൻ വർഷങ്ങൾ എടുക്കില്ല. അപ്പം അത്രയും നാൾ യൂസ് ചെയ്യാൻ പറ്റിയ ടേബിൾ വാങ്ങിക്കണം എന്നാണ്. പക്ഷേ കൊടുങ്ങല്ലൂരൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നിഖിൽചേട്ടൻ കയറിയിട്ടുള്ളത് ഒരു മെഡിക്കൽ ഷോപ്പിലാണ്. ഹല്ലൂസിൻ്റെ പാമ്പേഴ്സ് ലീക്കായിട്ട് പാമ്പേഴ്സ് വാങ്ങിക്കാൻ കയറിയതാണ്. അപ്പം നമ്മുടെ കൊടുങ്ങല്ലൂർ ഫർണിച്ചർ ഷോപ്പിലൊന്നുമില്ല ഈ സ്റ്റഡി ടേബിൾ. ഡ്രസ്സിങ് ടേബിൾ മറ്റേ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഗ്ലാസ്സൊക്കെ ഉള്ളത്. പക്ഷെ അത് പോരാ ഇവൾക്ക് ബുക്കും സംഭവങ്ങളൊക്കെ വെക്കാനായിട്ട്. പിന്നെ ഇനിയിപ്പോൾ ക്ലാസ്സുകൾ കൂടും തോറും അവളെ ബുക്കിൻ്റെ എണ്ണമൊക്കെ കൂടും. അപ്പം നല്ലൊരു എന്താ പറയുക സേഫ് ആയിട്ടുള്ളൊരു അടച്ചു വെക്കാനൊക്കെ പറ്റുന്ന പോലത്തെ ഒരു സംഭവം വേണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് എന്തായാലും നമ്മൾ വേറൊരു ദിവസം ഇറങ്ങേണ്ടി വരും. എനിക്ക് തോന്നുന്നത് തൃപ്രാറുള്ള പൗർണമിയിൽ എന്തായാലും ഉണ്ടായി. അപ്പം അടുത്ത ദിവസം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അമ്മേരെ ഫോൺ ശരിയാക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ സരീഷിൻ്റെ അടുത്ത് കയറിയിട്ട് അമ്മേരെ ഫോൺ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ നേരെ വിട്ടു നമ്മുടെ പാറൂസിന് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി തൃപ്രാർക്കാണ് പോണത്. അപ്പോൾ ഇത് ബർത്ത്ഡേ തലേ ദിവസമായിട്ട് പന്തലും സംഭവങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേ ദിവസം കാലത്ത് നമ്മുടെ ആദ്യം മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഇറങ്ങാൻ നിൽക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ പോണ വഴി എന്തായാലും ആദ്യം മോളെയും വീട്ടിലാക്കാമല്ലോ. അപ്പോൾ നമ്മൾ അല്ലൂസിനെയും ഐനൂസിനെയും കൊണ്ടാണ് കേട്ടോ പോണത്. ഐനൂസിൻ്റെ സ്പെക്സ് എടുക്കാൻ മറന്നതായി. ഞാൻ പ്രാവശ്യം സാരി എടുത്തിട്ടുണ്ട്. എനിക്കൊരു വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു കാറിൽ ഇരുന്നിട്ട് മേക്കപ്പ് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സാരി എടുക്കേണ്ടി വന്നിട്ട്. അല്ലെങ്കിൽ ഈ പരിപാടിക്ക് ഞാൻ നിൽക്കൂലേ, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നാൽ പോലും സാരി എടുത്ത് പുറത്തേക്ക് പോകാൻ മടിയുള്ള ഞാനാണ്. പിന്നെ ഇങ്ങനത്തെ കോട്ടൺ സാരി കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് എനിക്ക്. കാരണം ഇതിന് മറ്റേ ഫ്ലീറ്റ് ഒന്നും പിടിക്കേണ്ട, ഞൊറിയൊന്നും ചെയ്യുന്നില്ല, വെറുതെ ഇങ്ങനെ ഒരു തലെടുത്ത് കുത്തിയാൽ പോരെ. അതുകൊണ്ട് ഞാൻ ഓക്കെയാണ് കേട്ടോ ഇത് എടുക്കാനായിട്ടും. അപ്പോഴത്തേ നമ്മുടെ ആദുവിനെ വീട്ടിലിറക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ നമ്മൾ പോകുന്നത് തൃപ്രയാർക്കാണ്. നമ്മുടെ 2 വില്ലന്മാരും കൂടി ഉണ്ട്. അതുകൊണ്ട് ചെറിയൊരു ടെൻഷനുണ്ട്. അപ്പോൾ പകുതി വെച്ചായപ്പോൾ കുറച്ച് വാശമൊക്കെ കണ്ടപ്പോൾ പാലൊക്കെ കലക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അല്ലൂസാണ് കാർ സീറ്റിൽ ഇരിക്കുന്നത്, അതിനുമോൻ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഈ ഒരു സാരിയും വെച്ച് ഇവരെ ഇങ്ങനെ എടുത്തിരിക്കാൻ എന്താ പറയുക ഒട്ടും കംഫർട്ടബിൾ അല്ല. ഇവനാണെങ്കിൽ എൻ്റെ മേത്തിന് ചവിട്ടി കയറാണ്. ഇപ്പോഴത്തെ ഓരോ പിന്നും പൊട്ടിച്ചോടെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല ഇവരെടുത്ത് പോകുമ്പോൾ. ശരിക്കും ഈ സാരിയൊക്കെ എടുത്ത് പിള്ളേരൊക്കെ ആയിട്ട് പോകുന്നവരെ സമ്മതിക്കണമല്ല. ഇവരിങ്ങനെ ചവിട്ടി കുത്തിയ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത്രയും സേഫായിട്ട് നമ്മൾ ആ സാധനം എടുക്കണ്ടേ. എന്തായാലും ചിലപ്പോൾ എനിക്ക് എടുക്കാൻ അറിയാത്തതുകൊണ്ടായിരിക്കും എല്ലാവരും എടുത്ത് പിള്ളേരൊക്കെ എടുക്കുന്നതല്ല. നമുക്ക് എടുക്കാൻ അറിയാത്തതുകൊണ്ട് നമ്മളങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ കാണുന്നത് ശ്രീരാമൻ്റെ അതായത് തൃപ്രാർ ക്ഷേത്രത്തിൻ്റെ അമ്പലത്തിൻ്റെ കവാടാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കിഴക്കോട്ട് പോകുമ്പോഴാണ് നമ്മുടെ പൗർണമി ഈ ഒരു ഷോപ്പുള്ളത്. ഇവിടെ പ്രധാനപ്പെട്ട എല്ലാവിധ ഫർണിച്ചറുകളും ഉണ്ടാകും. കാരണം ഞങ്ങൾ മിക്കതും ഇവിടെ തന്നെയാണ് വാങ്ങിക്കാറുള്ളത് വീട്ടിലേക്ക് ആവശ്യമായിട്ട്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ സാധാരണ ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. ചെയറും ചെറിയൊരു ടേബിളായിട്ടുള്ളത്. ഇതൊരു LKG UKG അല്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ സ്റ്റാൻഡേർഡ് വരെ നമുക്കതൊരു യൂസ്ഫുൾ ആവുള്ളൂ. അതിന് ശേഷം യൂസ്ഫുൾ ആവും. എന്നാലും നമുക്ക് ബുക്കിൻ്റെ എണ്ണമൊക്കെ കൂടുമ്പോൾ അതൊക്കെ എടുത്തു വയ്ക്കാനായിട്ട് വലുത് വേണം. കാരണം ഞാൻ പഠിക്കുമ്പോൾ ഒന്നും എനിക്ക് ഇതേപോലെ സ്റ്റഡി ടേബിളോ അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട് സ്റ്റഡി ടേബിൾ സംഭവം ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം എൻ്റെ വീടിൻ്റെ തിണ്ണേമല്ല, അതായത് ഓടുമിട അരമതിൽ വെച്ചാണ് ഞാൻ പഠിക്കുക എഴുതുകയൊക്കെ ചെയ്തത്. പിന്നെ ബുക്കൊക്കെ വെച്ച് ചെയ്തത് കണ്ടോടത്തൊക്കെ ആയിട്ട് വെക്കുക. അങ്ങനെ പ്രധാനമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള പ്ലേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എവിടെയെങ്കിലുമൊക്കെ വെക്കും. പിന്നെ കഴിഞ്ഞ ബുക്കുകളാണെങ്കിൽ ഏതെങ്കിലും കവറിൻ്റെ ഉള്ളിലൊക്കെ ആക്കി വെക്കും. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ബുക്ക് മിസ്സാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ വെച്ചത് ഓർമ്മ ഉണ്ടാവില്ല. കറക്റ്റായിട്ടുള്ളൊരു പ്ലേസ് ഇല്ലല്ലോ, അതുകൊണ്ട് എവിടെയാണെന്ന് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ ടേബിൾ ഇപ്പോൾ കണ്ടപ്പോൾ എനിക്കിപ്പോൾ എന്താ പറയുക അന്നത്തെ സമയത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ട് ബുക്കൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും. എഴുതി കഴിഞ്ഞ ബുക്ക് ഒരു സൈഡിൽ വെക്കും, എഴുതാനുള്ള ബുക്ക് ഒരു സൈഡിൽ വെക്കും, വരാനുള്ള ബുക്ക് വേറെ സൈഡിൽ. നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഒരു വുഡ് കളർ ടേബിളായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ജസ്റ്റ് ചെയറൊക്കെ ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. അവിടെ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ വീട്ടിലേക്ക് ചെയറൊക്കെ നാശമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വാങ്ങിക്കാനെല്ലാം എന്നാലും ജസ്റ്റ് നോക്കി പോയത്. അപ്പോൾ ഇതൊക്കെ കുറച്ച് ബലമുള്ളതാണെന്ന് പറഞ്ഞു, ഉറപ്പുള്ളതാണെന്ന് പറഞ്ഞു. ഇത് 700 സംതിങ് വരുന്നുണ്ട്. ഇതിനേക്കാളും കുറവുണ്ട്. പക്ഷേ അത് ഒട്ടും എന്താ പറയുക ഉറപ്പുള്ളതായിരിക്കില്ല. നമ്മളപ്പോൾ ഈ വുഡ് കളർ ടേബിളാണ് എടുത്തിട്ടുള്ളത്. നല്ല സ്പേസ് ഉണ്ട്, എല്ലാവിധ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്.
കേട്ടോ. ഇനി അവൾ പഠിച്ചാൽ മാത്രം മതി, അവളെന്നാലും പഠിച്ചോളും, നല്ല കുട്ടിയാണ്, ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ. ഇനി നമ്മളെന്താ, ഇനി നമുക്ക് കുറച്ച് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്, വലിയൊരു ഷോപ്പിംഗ് അല്ല. എനിക്ക് ചെറിയൊരു സാരി എടുക്കണം, ഒരു 400-500 രൂപ അങ്ങനെയുള്ള റേറ്റ് ആയിട്ടൊരു സാരി എടുക്കണം എന്നുണ്ട്. നിഖിൽ ചേട്ടനൊന്നും എടുക്കുന്നില്ല, എനിക്ക് മാത്രം ഒരു സാരി എടുക്കുന്നുണ്ട്. അവിടെ ചേച്ചി ആയാലും അത്രയും റേറ്റിൻ്റെ സാരി എന്നിട്ട് എടുത്ത്. പിന്നെ പിള്ളേർക്ക് ഒരു ഡ്രസ്സ് നോക്കണം, പുതിയ എന്തെങ്കിലും നോക്കണം എന്നുണ്ട്. പിന്നെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഡ്രസ്സ് കൂടിപ്പോയ 2-3 മാസം ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇവർ മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് പുറത്ത് പോകുന്ന ഒരു സംഭവം കൂടുതലായതുകൊണ്ട് തന്നെ ഇവർ എപ്പോഴും പുതിയ ഡ്രസ്സ് ഇടും. പിന്നെ ഇവർ മാറി ഇടല്ലോ, ഒരാൾ മാത്രമല്ല ഇടുന്നത്, ഒരാൾ ഡ്രസ്സ് 3 പേര് മാറി ഇടും. അപ്പോൾ എപ്പോഴുള്ള പോലെ ഇതേപോലത്തെ ഒക്കെ ഡ്രസ്സായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായില്ല, ഭയങ്കര സിമ്പിളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സെപ്പറേറ്റ് ഷർട്ടും പാൻറ്റും നോക്കാൻ വിചാരിച്ചു. അപ്പോൾ ഐനൂസിന് ഈ ഒരു ഷർട്ട് ഇടിപ്പിച്ചു കൊടുത്തു. ഇത് 0 to 6 month ഷർട്ടാട്ടോ, ഓവർ സൈസ് ഷർട്ടാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം കണ്ടപ്പോൾ 6 month അല്ലേ, ഇപ്പം 2 വയസ്സായി കുട്ടിയല്ലേ, ഇവനിത് പാകാവും വിചാരിച്ചു. എന്നാലും നമുക്ക് അമ്മമാർക്ക് നല്ല അറിയാമല്ലോ ഇവരെ സൈസ് നമ്മൾ. ഞാൻ പറഞ്ഞു ഇതാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റായി. പിന്നെ ചേട്ടനോട് പറഞ്ഞു കിത്തു ഇത് 6 monthൻ്റെ ആടാന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇട്ടിച്ച് നോക്ക് എന്ന് പറഞ്ഞപ്പോൾ അവനത് കറക്റ്റാണ്, അവനത് നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇവർ 3 പേരും ഷർട്ട് ഇട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ചുള്ളൻ ചെക്കന്മാരെ പോലെ തോന്നും, പാൻറ്റൊക്കെ ഇട്ട് ഷൂ ഒക്കെ ഇട്ടിട്ട് ബാഗെല്ലാം മുടിയൊക്കെ ഇങ്ങനെ ടൈ ചെയ്ത് വെക്കുമ്പോൾ. അതേപോലെ തന്നെ കളർ ചേഞ്ച് ഷർട്ട് നമ്മുടെ അല്ലുക്കുട്ടനും എടുത്തു. അല്ലുക്കുട്ടനെ കുറച്ച് ഡാർക്ക് കളർ എടുത്തത്. അല്ലുക്കുട്ടനും എല്ലാ കളറും സെറ്റായിരിക്കും. ഐനൂസിനാണെങ്കിൽ കുറച്ച് ലൈറ്റ് കളേഴ്സാണ് സെറ്റാവും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ എടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ അല്ലുക്കുട്ടനും പാൻറ്റ് എടുത്തിട്ടുണ്ട്, ഐനൂസ് കുട്ടനും പാൻറ്റ് ഇട്ടിട്ടുണ്ട്. അവരെ കാര്യത്തിൽ ഞങ്ങൾ എപ്പോഴായാലും ഒരു കുറവ് വരുത്താറില്ല. ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യും. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഐനൂസ് കടിച്ചെടുത്തായിട്ടാണ് കണ്ടത്. ഭയങ്കര കടിയനാണ്, കൂട്ടത്തിൽ ഏറ്റവും വലിയ കടിയനാണ് അവൻ. കാശിനെ ആയാലും മല്ലുവിനെ ആയാലും അവൻ കടിച്ചെടുക്കും. അത് ചിലപ്പോൾ ആ ഒരു ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ കടി തുടങ്ങിയാൽ കുട്ടിക്ക് നിർത്താൻ പറ്റില്ല, കടിച്ചോണേ ഇരിക്കും. അപ്പോൾ ഇവിടെയുള്ള ചേച്ചിമാരൊക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ എന്നോട് ചോദിക്കുകയായിരുന്നു കാശി എന്തേ പാറുമോൾ എന്താ വിശേഷം ഡ്രസ്സ് എടുക്കാൻ വരും. നമ്മളെ എല്ലാ പ്രാവശ്യവും എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കുക ഇവിടെ തന്നെ ആയിരിക്കും വരാം. അപ്പോൾ ചേച്ചിമാർ ചീത്ത അറിഞ്ഞേട്ടാ നീ അച്ഛനെ കടിച്ചൂലേടാ നല്ല അടി കിട്ടുന്നൊക്കെ പറയുമ്പോൾ ചെറുതായിട്ടൊരു വിഷമമായിട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ അധികം നിലവിളിപ്പിക്കാൻ നിന്നില്ല, ബാഗ് എടുത്തും. ഇനിയിപ്പോൾ എന്താ എനിക്കിപ്പോൾ സാരി നോക്കണം. ഞാനപ്പോൾ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എനിക്ക് ചെറിയ റേറ്റിൽ മതി. കാരണം ഇപ്പോഴൊരു ട്രെൻഡ് ഉണ്ട് സാരിയുടെ ഇതേപോലത്തെ മെറ്റീരിയൽ, ആ ബ്ലൂ കളർ കണ്ടില്ല, അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. കാരണം എല്ലാവരെയും വാങ്ങിച്ചുകൊണ്ട് പോകണത്, മീൻസ് കോളേജ് ഗേൾസ്, ടീനേജ് ഗേൾസ് ഒക്കെ. കാരണം ഭയങ്കര അഫോർഡബിൾ ആണ്. 300-350 നമുക്കത് കിട്ടുന്നത്. അപ്പോൾ ഏതെങ്കിലും കളർ ജാക്കറ്റ്, വൈറ്റ് കളറോ ബ്ലാക്ക് കളർ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ആയിട്ട് ഇതേപോലെ കുറച്ച് 2-3 സാരി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക എടുക്കാം. കാരണം ട്രെൻഡി സാരീസ് ആട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ എല്ലാ കളക്ഷൻസും പോയിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട കളർ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു നല്ലൊരു വയലറ്റ് മുന്തിര കളർ അങ്ങനെയൊക്കെയാണ് നോക്കിയത്. ഇതേ സെയിം മെറ്റീരിയൽ തന്നെയായിരുന്നു ഞാൻ ഇവരെ ബർത്ത്ഡേക്ക് എടുത്തത്. പക്ഷേ ഈ മെറ്റീരിയൽ കുറച്ചുകൂടി ലോക്കലാണ്. ഇതിനേക്കാൾ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഞാൻ ഐനൂസിൻ്റെ ബർത്ത്ഡേക്ക് ആയി റോസ് സാരി നിങ്ങൾക്ക് ഓർമ്മയിൽ എടുത്തത്. അത് റെഡിമെയ്ഡ് ജാക്കറ്റും തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഇത് ഞാൻ എൻ്റെ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്ന സാരി ജസ്റ്റ് 285 അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിൻ്റെ മെറ്റീരിയൽ ഒരു സുഖമില്ല, കുറച്ച് എന്താ പറയുക പൊന്തി നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ്. അതിന് ചേട്ടാ എവിടെ ചേട്ടാ? അതിനു ചേട്ടനോടെ അവിടെ ചേട്ടനെ നോക്കി പോട്ട്. അതൊന്നും പിടിക്ക. അങ്ങനെ അവിടുന്ന് എന്താ ബില്ലൊക്കെ അടിച്ചു. നമ്മളിപ്പോൾ എന്താ എങ്ങോട്ടാണ് പോണത്, എന്തെങ്കിലും ഫുഡ് കഴിക്കണം. പിള്ളേർക്കൊക്കെ വിശന്നു. പിള്ളേർക്കല്ല, പിള്ളേരുടെ അമ്മയ്ക്ക് വിശന്നിട്ടുണ്ട്. എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാട്ടോ. അപ്പോൾ നമ്മൾ ഇടമുട്ടത്തുള്ള ഫ്യൂസോലാണ് നമ്മൾ കയറുന്നത്. നമ്മൾ ഏറ്റവും ഫസ്റ്റ് ഫാമിലി ആയിട്ട് വന്നിരുന്ന് കഴിച്ചിരുന്നൊരു പ്ലേസ് ആയിരുന്നു ഫ്യൂസോൽ. ഇവിടെയാണെങ്കിൽ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക ഒരു പന്തലിച്ച് കിടുന്ന ഒരു സ്ഥാപനമായിരുന്നു തന്നെ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്യൂസോയിൽ വന്ന് ഭക്ഷണം കഴിക്കുക. എല്ലായിടത്തും ലൈറ്റും
പാട്ടും ആൾക്കാരും തിക്കും തിരക്കും നമുക്ക് അറിയുന്ന ഒത്തിരി പേരെ കാണാം. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ, ഇപ്പം കുറച്ച് കടകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ജസ്റ്റ് ഭയങ്കര ഒരു ഫീലായി. കുറച്ച് ആളെനക്കൊക്കെ കുറവായി, കുറേ കടകളൊക്കെ അടച്ചു പോയിട്ടുണ്ട്, ക്ലോസ്ഡ് ആണ്. ഇവിടെ ഒത്തിരി ഓരോ മൂലയ്ക്കലും കടകളായിരുന്നു. അതായത് നോക്കണോടത്ത് ചെറിയ സ്പേസിൽ പോലും അവിടെ കടകളായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നൊരു എന്താ പറയുക വലിയൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. റെസ്റ്റോറൻറ്റ് മീൻസ് കുറേ സെപ്പറേറ്റ് കുറേ ഷോപ്പുകൾ ഉണ്ടായിരുന്നു. നമുക്ക് എന്ത് വേണമെങ്കിലും ഇഷ്ടമുള്ളതൊക്കെ എല്ലാം ഇവിടെ തന്നെ കിട്ടുമായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ അവിടെ കുറച്ച് ഷോപ്പുകളുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് കഴിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ലീലമാമന് വീട്ടിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. നിന്നിക്കും അമ്മ പൊന്ന് ഫ്രീ ആയിരിക്കല്ലേ, പൊന്നിനമ്മ എടുക്കും കടിക്കല്ലേ. നമ്മപ്പുറത്തൂടെ ഇറക്കാൻ വന്ന ഷീമനോട് പറയുന്നത്, എന്താ മക്കളെ നിങ്ങൾ വിളിച്ചിട്ട് വരാഞ്ഞത്, ഭക്ഷണം ഇല്ലല്ലോ ഇവിടെ, ഭക്ഷണം ഉണ്ടാക്കി വെക്കില്ലേ? അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഞങ്ങൾ കഴിച്ചു, അമ്മയ്ക്കായാലും വിളിച്ചിട്ട് ചെല്ലാൻ ഞാൻ ഒരു ടെൻഷനായിട്ട്, കാരണം ഫുഡൊന്നും ഉണ്ടാവില്ലല്ലോ അത് ആലോചിച്ചിട്ട്. പിള്ളേർ കൊടുക്കാൻ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, നേന്ത്രപ്പഴം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും അമ്മ പോയിട്ട് ചിപ്സ് പൊട്ടിച്ചിട്ട് പഴം വറുത്താണ് തിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അല്ലൂസ് മൈനൂസിനാണെങ്കിലും നല്ല തട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് അമ്മയുടെ മോളായ എന്നോട് ചോദിച്ചു, മോളെ കഴിക്കി, പേരക്കുട്ടികളെ മാത്രം തെറ്റിച്ചാൽ പോരല്ലോ, എന്നെയും കഴിപ്പിക്കണ്ടേ അല്ലേ? ഞാൻ അടിക്കാൻ അമ്മയുടെ പരാതി പറയട്ടെ, അമ്മയ്ക്ക് ഇപ്പം എന്നോട് സ്നേഹമല്ലേ, ഇവരോടാണ് സ്നേഹം. അങ്ങനെ പാർക്കുട്ടിന്റെ ബർത്ത്ഡേ അന്ന് തന്നെ ഈ സംഭവം എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ചൂസ് ചെയ്ത കളറല്ല അവർ കൊടുത്തയച്ചത്, ആ കളർ വേറെ ആൾക്ക് കൊടുത്തു. പക്ഷേങ്കിൽ നമ്മൾ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് അവർ വേറൊരു സംഭവം, ആ ഈ ബ്ലാക്ക് ഉണ്ടല്ലോ അത് കൊടുത്തയച്ചു. എന്നിട്ട് ആ ഈ കളർ റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം നമ്മളത് ഓക്കെ പറഞ്ഞു, നമ്മൾ വലിയ ഇഷ്യൂ ആക്കിയില്ല. കാരണം അവരത് എന്താ പറയുക, അവരത് കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്തായാലും നമുക്ക് പാർക്കുട്ടിന് ആ ഒരു ദിവസം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടേബിളായാലും കിട്ടിയല്ലോ. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് 2 ദിവസം കഴിഞ്ഞ് വന്നിട്ട്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് അവൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ബർത്ത്ഡേയുടെ അന്ന് തന്നെ എല്ലാവരും മുന്നിൽ കൂടി ആയിട്ട് അത് കൊണ്ടുവന്നു. അപ്പോൾ എല്ലാവരും പറയും, നല്ല കാര്യം, എന്താ സംഭവം, സ്റ്റഡി ടേബിൾ അല്ലേ, അവൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു സന്തോഷമായിട്ടോ. ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ ചെറിയ ക്ലിപ്സുകൾ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാറുമ്മളുടെ ബർത്ത്ഡേക്ക് വേണ്ടി നമ്മൾ സെറ്റ് ആയിട്ടുള്ള സ്റ്റേജും കേക്കും. പിന്നെ ഇത് കൂട്ടുകുടുംബത്തിൻ്റെ വക കേക്കാണ്. പിന്നെ പാറുമ്മളുടെ ആൻറ്റി, അതായത് സഞ്ജുവിൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്നും കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ നമ്മുടെ വലിയ കേക്ക് കട്ട് ചെയ്തു, അതിനുശേഷം ഓരോരുത്തർ കൊണ്ടുവന്ന കേക്കുകളൊക്കെ കട്ട് ചെയ്തിട്ടാ. എല്ലാ കേക്കും അടിപൊളിയായിരുന്നു. പിന്നെ അവളുടേതായ കുറച്ച് ഫോട്ടോസ് സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പിള്ളേഴ്സ് ആണെങ്കിൽ പാട്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നല്ല ഡാൻസ് കളിയിലാണ്. ഞാൻ ഗിൽച്ചാനാണെങ്കിൽ പാറൂസിൻ്റെ വീഡിയോസിന് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ പറയായിരുന്നു. പിന്നെ ഫുഡ് വന്നത് പുലാവും ചിക്കൻ കറി, കോളിഫ്ലവറും സലാഡും ഐസ്ക്രീമും പിന്നെ വെജുകാർക്ക് അങ്ങനത്തെ ഐറ്റംസ് ഇട്ടോ. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഞങ്ങളുടെ ഭാഗത്ത് കലാശക്കൊട്ട് ഉണ്ടായിരുന്നു. എല്ലാ പരിപാടിക്കും ഇതേപോലെ ഒരു എൻഡിങ് ഉണ്ടായിരിക്കും, പാട്ട് വെച്ച് നമ്മുടേതായ എല്ലാ കുടുംബാംഗങ്ങളും ഒത്തുകൂടി ഡാൻസ് കളിക്കും. ചെറിയൊരുന്നില്ല വലിയൊരുന്നില്ല, ഡാൻസ് കളിക്കാൻ പറ്റിയവരൊക്കെ ഡാൻസ് കളിക്കും, അടിച്ചു പൊളിക്കും. ആ സമയത്ത് എങ്ങനെ ഇത്ര എനർജി കിട്ടുന്നത് ഞങ്ങൾക്ക് തന്നെ അറിയില്ല കേട്ടോ. ഞാനാണെങ്കിൽ ഒരാളെ എപ്പോഴും ഒക്കത്ത് വെച്ചിട്ടായിരുന്നു ഡാൻസ് കളിച്ചിരുന്നത്, കാരണം ഭയങ്കര സ്പിരിറ്റാണ് എല്ലാവരും കൂടി നിന്ന് കളിക്കുമ്പോൾ. ഒരു അടിപൊളി വൈബ് തന്നെയാണെന്ന് പറയാം. ഹലോ ഗൈസ്, അപ്പോൾ കണ്ടില്ല നമ്മുടെ പാറുമോളെ ബർത്ത്ഡേക്ക് കൊടുത്തൊരു ഗിഫ്റ്റ്, നമ്മളൊരു നല്ലൊരു സ്റ്റഡി ടേബിളാണ്. അവൾക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റിയൊരു ടേബിളാണ് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ എപ്രാവശ്യം അവളെ ബർത്ത്ഡേക്ക് വരുമ്പോഴും എന്താണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതും അവൾക്ക് ഉപകാരമായിട്ടുള്ളത് എന്താണ് അങ്ങനെ നോക്കിയിട്ടാണ് ചെയ്യുക. എനിക്ക് തോന്നുന്നത് ആദ്യത്തെ പിറന്നാളിന് വാങ്ങിച്ചു കൊടുത്തത് അവൾക്ക് സൈക്കിള്, ബാത്ത് ടബ്, ചെയർ, അങ്ങനത്തെ കുറച്ച് ടോയ്സാണ് ഫസ്റ്റ് ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുത്തത്. പിന്നെ ഡ്രസ്സും. രണ്ടാമത്തെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുത്തത് എനിക്ക് തോന്നുന്നത് സൈക്കിളാണ്. അതിപ്പോൾ അവൾ ഓടിപ്പിച്ചിട്ടില്ല, പുറത്തിരിക്കുന്നുണ്ട്. സൈക്കിളാണ്, കാരണം എല്ലാ പിള്ളേർക്കും സൈക്കിളുള്ളതല്ലേ, അപ്പോൾ അവൾക്ക് അതിലൊരു കുറവ് വേണ്ട. നമ്മളെപ്പോഴും ചിന്തിക്കും നമുക്ക് ആ ഒരു സമയത്ത് കിട്ടാത്തത് നമ്മുടെ മക്കൾക്ക് കിട്ടണം, അതൊരു ട്രൈ ചെയ്യണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഞാനെങ്ങനെ ആലോചിക്കുക, അവൾക്ക് എന്താ ഇല്ലാത്തത് അത് വാങ്ങിച്ചു കൊടുക്കണം നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ. മൂന്നാമത്തെ ബർത്ത്ഡേക്ക് ഇപ്പോൾ ഞാൻ കമ്മൽ എടുത്തു കൊടുത്തു. അത് ഞാൻ സ്വയം എടുത്തു കൊടുത്ത കമ്മലാട്ടോ. അതെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, അവൾക്കൊരു കമ്മൽ എടുത്തു കൊടുക്കണം. പെൺകുട്ടിയല്ലേ, ആ ഒരു സംഭവം, ആ ഒരു ഫീലിംഗ് എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് പെട്ടെന്ന് അവൾക്ക് കമ്മൽ എന്തെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും. അപ്പോൾ ഞാൻ ഈർച്ചാണ്ട് ചോദിച്ചപ്പോൾ നീ ധൈര്യമായിട്ട് നീ എനിക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്തോ. എനിക്കാണ് ഫുൾ സപ്പോർട്ടാണ്. പിന്നെ എന്തെങ്കിലും മീൻസ് എനിക്ക് കറക്റ്റ് ചെയ്ത് തരും എന്തെങ്കിലും റോങ് ആയിട്ടുണ്ടെങ്കിലും. അപ്പോൾ
അങ്ങനെ ചെയ്തു. പിന്നെ 4ാമത്തെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുത്തത് അവൾക്ക് ഡ്രസ്സിങ് ടേബിൾ ആയിരുന്നു. ആക്ച്വലി അത് വാങ്ങിച്ചത് അവൾക്ക് അവളുടെ ബുക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ ദിവസം വാങ്ങിച്ചിട്ട് ഷോർട്സിൽ ഒരു റോസിലെ തൊട്ടപ്പുറത്തേക്ക് ബ്ലൂ അവൾക്ക് വേണ്ടി അവളുടെ ബുക്സും സംഭവങ്ങളൊക്കെ വെക്കാൻ വേണ്ടി വാങ്ങിച്ചു കൊടുത്തതാണ്. പ്ലസ് ഒരു ബോർഡ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾക്ക് ABCD എഴുതി പഠിക്കാൻ. ക്ലാസ്സിൽ പോകുന്ന ടൈം അത് ABCD എഴുതി പഠിക്കാനും സംഭവങ്ങളൊക്കെ ആയിട്ട്. ഇപ്രാവശ്യം സ്റ്റഡി ടേബിൾ ആക്കി. അടുത്ത പ്രാവശ്യം നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിക്ക് അവൾക്ക് എല്ലാം ചെയ്തു കൊടുക്കും, നമ്മുടെ മക്കളെല്ലാം എല്ലാവരും. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മൾ ചാനൽ ഇത്രയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് ഒക്കെ എഴുതി അറിയിക്കുക. ടാറ്റാ.